ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേളിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് പതുപോലെ അരി അടുപ്പത്തിടാൻ പോവുകയാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അടച്ചു കൊടുക്കാം. നമ്മുടെ അരി ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഇറക്കി നമ്മുടെ റൈസ് കുക്കറിനകത്ത് വയ്ക്കാം. നമുക്കിത് അടച്ചു കൊടുക്കാം. സ്റ്റൗ ഒന്ന് ഓഫാക്കാം. ഇവിടെ ഞാൻ റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു കൊടുക്കാം. ഗുഡ് മോർണിംഗ്. അപ്പം അരി ഞാൻ ഇന്നലെ രാത്രി തന്നെ തിളപ്പിച്ച് വെച്ചിരുന്നു. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം കൂടെ തിളപ്പിച്ച് വെച്ച് കൊടുക്കണം. പച്ചവെള്ളം ഒഴിക്കാൻ പറ്റൂല. ചോറിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. തണുത്ത വെള്ളം ഒഴിച്ചാൽ ചോറ് കല്ലിച്ചു പോകും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇളക്കി. അപ്പം ഞാൻ ഇന്ന് അപ്പമാണ്. അപ്പത്തിന് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് അരച്ച് നല്ല കട്ടിക്ക് തന്നെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇനി അല്പം വെള്ളം കൂടെ വേണം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അല്പം കൂടെ വെള്ളം വേണം. ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ സോഡ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. അടച്ചു വെക്കണം. അപ്പം നമ്മുടെ ചോറിവിടെ തിളച്ച് വെന്തുകൊണ്ടിരിക്കണേ, ഏകദേശം വേകാനായിട്ടുണ്ട്. അല്പം കൂടെ ഒന്ന് കിടന്നോട്ടെ. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല വെന്ത് നമുക്ക് ഊറ്റിയെടുക്കാം. അരി ഞാൻ രാത്രി തന്നെ തിളപ്പിച്ച് വെക്കും. കാരണം 6:30-ക്ക് ചോറ് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് രാത്രി തന്നെ ഞാൻ തിളപ്പിച്ച് വെക്കും. അപ്പം ഇന്നത്തെ കാപ്പിക്ക് കടലക്കറിയാണ്. കടലക്കറി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അടുപ്പിൽ കടല കുറച്ച് വേവിച്ച് വെച്ചിരുന്നു. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇന്ന് അതെടുത്ത് മസാലയൊക്കെ ചേർത്ത് കറിയാക്കി. ഇപ്പോൾ ഇവിടെ വേവാണ്. കുറച്ചുകൂടെ ഒന്ന് അടുപ്പത്ത് കിടക്കാനുണ്ട്. അപ്പം നമുക്കിന്ന് കിട്ടിയത് നൊത്തോലി മീനാണ്. അതിലേക്ക് ഞാൻ പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട്. ചട്ടിയിലിട്ട് കൊടുത്തു. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ വെട്ടിക്കണ്ടിച്ച് നുള്ളി എടുത്ത് വെച്ചിരിക്കുന്ന നൊത്തോലി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് അടച്ചു വെച്ചു. നമ്മുടെ ചോറ് ഊറ്റി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വെള്ളം തോർത്തി ഈ അടുപ്പിലേക്ക് ചോറ് തോർത്തി എടുത്തിട്ടുണ്ട്. ഈ അടുപ്പിലേക്ക് അപ്പം തയ്യാറാക്കാനുള്ള അപ്പച്ചട്ടി വെച്ച് കൊടുത്തു. അപ്പം നമ്മൾ കലക്കി വെച്ചിരുന്ന മാവ് ഇവിടെ നല്ല പോലെ പൊങ്ങിയിട്ടുണ്ട്. അല്ലേ? അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻകറി റെഡിയായി നോക്കാം. മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ സ്റ്റൗ ഓഫ് ആക്കാം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പപ്പടം കൂടെ പൊരിക്കണം. എന്നാൽ ചമ്മന്തി കഴിക്കണവർക്ക് പപ്പടം വേണം. അപ്പോൾ കടലക്കറി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ചമ്മന്തി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി പപ്പടം കൂടെ വേണം. അപ്പോൾ ഇന്നത്തെ കാപ്പി ഇതാണ്: അപ്പം, കടലക്കറി, ചമ്മന്തി, പപ്പടം. അടുപ്പ് വെച്ചിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പാത്രം വെച്ച് കൊടുക്കാം. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ കൊഴിയാള മീനും നൊത്തോലി മീനുമാണ് ഫ്രൈ ആക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇവിടെ നൊത്തോലി
കൊഴിയാളയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് നെത്തോലി എടുത്തിട്ട് നെത്തോലി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നെത്തോലി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കോരിയെടുക്കാം. ഞാൻ ഇവിടെ ഒരു അടുപ്പത്തൊരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കായൊന്ന് തോരൻ വയ്ക്കാം. വാഴക്കയാണ് എടുത്തിട്ടുള്ളത്, രസകലീര. അപ്പം നമുക്കതൊന്ന് തോരൻ വയ്ക്കാം. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ വാഴക്കയും സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കൊഴിയാള മീൻ ഞാൻ അടുപ്പത്തിട്ടേക്കാണ്. അതൊന്ന് നോക്കാം, ശരിക്കിട്ട് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് ഓഫ് ആക്കാം. അപ്പം ഞാനിന്നൊരു പച്ചത്തീയലാണ് തയ്യാറാക്കണം. അതിലേക്ക് ഒരു വഴുതളം എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കുറച്ച് ഉള്ളിയും കൂടെ അരിഞ്ഞെടുക്കാം. 3-4 പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞെടുത്ത് പച്ചത്തീയലാണ് തയ്യാറാക്കണം. പച്ചത്തീയൽ തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ, ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. ഇളക്കി അടച്ചു വെക്കാം. ഇവിടെ ഒന്ന് വെന്താന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പച്ച തേങ്ങ, ഒരു നുള്ളു മല്ലിപ്പൊടി, അല്പം പുളി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉലുവ, ഇത്രയാണ് അരച്ചിട്ടുള്ളത്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പച്ച തീയലിലൂടെ റെഡി ആയിട്ടുണ്ട്. വഴുതളമിട്ട് പച്ച തീയൽ വെച്ച് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ തീയൽ ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോറും കറിയും ഉച്ചത്തെ ഭക്ഷണമാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ പച്ചത്തീയലുണ്ട്, കോവയ്ക്ക മെഴുക്ക് വരട്ടിയതാണ്, കാതോരന്, മീൻ വറുത്തത്, ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.